ഹായ് ഗായ്സ്, നമസ്കാരം. ഇത് പഠനോത്സവം. എല്ലാ വർഷവും വർഷാവസാനം അക്കാഡമിക് ഇയറിൻ്റെ അവസാനം നമ്മൾ ആഘോഷിക്കുന്ന ഒരു പരിപാടിയാണ്. ഇതിൻ്റെ ഉദ്ഘാടനം ബഹുമാനപ്പെട്ട എച്ച്.എം. ശ്രീകല മാം നിർവഹിച്ചു. സീനിയർ ടീച്ചർ സലീമ ടീച്ചർ ഉണ്ടായിരുന്നു. നമ്മുടെ പ്രിയങ്കരനായ PTA പ്രസിഡന്റ് ഉണ്ടായിരുന്നു. മറ്റ് ടീച്ചേഴ്സ് ഉണ്ടായിരുന്നു. ഇതിൻ്റെയൊക്കെ പ്രത്യേകത, ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്ന് പറയുന്നത് കുട്ടികൾ തന്നെയാണ് എല്ലാ പ്രോഗ്രാമും കണ്ടക്ട് ചെയ്തിരുന്നത്. പിന്നെ സബ് ജില്ല, ജില്ല, അതുപോലെ സ്കൂളിലെ മറ്റ് പ്രവർത്തനങ്ങളിലൊക്കെ മികവുറ്റ കുട്ടികൾക്കുള്ള പ്രോത്സാഹനവും അതുപോലെ സർട്ടിഫിക്കറ്റും ട്രോഫി എല്ലാം അവിടെ തയ്യാറായിരുന്നു. കുട്ടികൾക്ക് അത് വിതരണം ചെയ്യുകയും ചെയ്തു. ഏകദേശം പേരൻസൊക്കെ അവിടെ ഈ പരിപാടിയിൽ പങ്കെടുക്കാൻ എത്തിയിരുന്നു. എൻ്റെ മോൻക്കും അതുപോലെ സബ് ജില്ല ശാസ്ത്രമേളയിലെയും സബ് ജില്ലാ കലോത്സവത്തിലും പങ്കെടുത്തതിനുള്ള ട്രോഫിയും സർട്ടിഫിക്കറ്റൊക്കെ ലഭിക്കുകയുണ്ടായി. ഈ പരിപാടിയിൽ പങ്കെടുക്കാൻ എനിക്കും സാധിച്ചു. എനിക്കും ക്ഷണമുണ്ടായിരുന്നു. അതിൽ ഞാൻ വളരെയധികം സന്തോഷിക്കുന്നു. സഫ മർവ എന്ന് പറയുന്ന കുട്ടികളുടെ വെൽക്കം ഡാൻസോട് കൂടിയാണ് കുട്ടികളുടെ പരിപാടികൾക്ക് തുടക്കം കുറിച്ചത്. ഇതിൻ്റെയൊക്കെ ഒരു ഹൈലൈറ്റ് എന്ന് പറയുന്നത്, ഈ കുട്ടികൾ ഒരാളുടെ ഹെൽപ്പും ഇല്ലാതെ സ്വയം പ്രാക്ടീസ് ചെയ്ത് ഒരുങ്ങി വന്നതാണ്. അതിൽ ചെറിയ ചെറിയ തെറ്റുകളുണ്ടാവാം. നിങ്ങൾ വീക്ഷിക്കുന്നവർ, കാണുന്നവർ അത് സാദരം ക്ഷമിച്ചു കൊടുക്കുക. കുട്ടികളൊക്കെ നല്ല ഹാപ്പി മൂഡിലായിരുന്നു. അവരുടെ വെൽക്കം പാർട്ടിക്ക് ശേഷം നമ്മുടെ സഫ്നയുടെ ഒരു പദ്യം ചൊല്ലൽ ഉണ്ടായിരുന്നു. വളരെ നല്ല രീതിയിലാണ് കുട്ടികളുടെ ഓരോ അവതരണങ്ങളും ഉണ്ടായത്. സഫയുടെ ഈ അവതരണത്തിന് ശേഷം 3ാം ക്ലാസ്സിലെ മഹദി, റിദ്വാൻ, ഐഫ, അതിലൊരു കുട്ടിയുടെ കൂടെ ഉണ്ട്. എനിക്ക് ആ കുട്ടിയുടെ പേരറിയില്ല. ആ കുട്ടിയും കൂടെ, ഒരു 4 പേരും കൂടെ അവതരിപ്പിച്ച ഒരു നാടൻപാട്ടിൻ്റെ വിശ്ലേഷണം ഉണ്ടായിരുന്നു അവിടെ. അത് കഴിഞ്ഞിട്ട് ഷഫ്നയുടെ നേതൃത്വത്തിൽ ഒരു നാടൻപാട്ട് അവതരണം ഉണ്ടായിരുന്നു. അവർ 5ാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്. ഇതിൻ്റെ ഒരു തീം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രകൃതിയെ പ്രൊട്ടക്റ്റ് ചെയ്യുക എന്നുള്ളതായിരുന്നു. അതിനുശേഷം അമ്മാനിയുടെ നേതൃത്വത്തിൽ നല്ലൊരു നാടൻപാട്ടിൻ്റെ അവതരണമായിരുന്നു. എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട കുട്ടിയാണ് അമ്മാനി. അതിനുശേഷം മഹദിയ എൻ്റെ ഗ്രൂപ്പ് അവതരിപ്പിക്കുന്ന ഒരു മലയാള കവിതയുടെ അവതരണം നല്ല ഭംഗിയിൽ കുട്ടികൾ ഒരുങ്ങി വന്നിട്ടുണ്ടായിരുന്നു. നല്ല രീതിയിൽ അവതരിപ്പിച്ചു. ഇത് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് 1ാം ക്ലാസ്സിലെ ഏറ്റവും ചെറിയ ക്ലാസ്സാണ്. അവിടെ 1ാം ക്ലാസ്സിലെ കുട്ടികളുടെ നാടൻപാട്ട് അവതരണമാണ്. അതിനുശേഷം 2ാം ക്ലാസ്, ഇത് കാണുന്നത് 2ാം ക്ലാസ്. 2ാം ക്ലാസ്സിലെ കുട്ടികളുടെ മരത്തെക്കുറിച്ചുള്ള ഒരു അവതരണമാണ്. അത് കഴിഞ്ഞ് ഷിഫാനയുടെ അറബി സോങ്. ഒത്തിരി പരിപാടികൾ ഇതിൽ മിസ്സായിട്ടുണ്ട്. ഷിഫാനയുടെ അറബിക് സോങ്ങിൻ്റെ അവതരണത്തിന് ശേഷം മുതിർന്ന കുട്ടികളുടെ 7ാം ക്ലാസ്സിലും 8ാം ക്ലാസ്സിലൊക്കെ പഠിക്കുന്ന കുട്ടികളുടെ ഒപ്പന ഉണ്ടായിരുന്നു. വളരെ നല്ല രീതിയിൽ കുട്ടികളെ അവതരിപ്പിച്ചു. അതിനുശേഷം പിന്നെ UP തലത്തിൽ തന്നെ 5ാം ക്ലാസ്സിലൊക്കെ പഠിക്കുന്ന കുട്ടികളുടെ ഒരു പാട്ട്, അതുപോലെ 2ാം ക്ലാസ്സിലെ കുട്ടികളുടെ ഗ്രൂപ്പ് സോങ്. അതിനുശേഷം നമ്മുടെ പ്രിയപ്പെട്ട ടീച്ചർ രശ്മി ടീച്ചർ ഒരു നൃത്തം പഠിക്കുന്ന ആളാണ്. ടീച്ചറെ വളരെ ഭംഗിയാർന്ന നൃത്തം ഉണ്ടായിരുന്നു.